നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂരിൽ വിവിധ ഇടങ്ങളിൽ മിന്നൽ ചുഴി. പ്രധാനമായും വില്ലടം, ചേറൂർ, നട്ടത്തറ പ്രദേശങ്ങളിലാണ് മിന്നൽ ചുഴി ഉണ്ടായത്. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. വില്ലടം മിൽമയ്ക്ക് മുന്നിലും വില്ലേജ് ഓഫീസിന് മുന്നിലേക്കും മരം വീണു. ഈ സമയം സ്കൂൾ വാഹനങ്ങൾ അടക്കം റോഡിലൂടെ കടന്നു പോകുകയാണ് ഉണ്ടായത്. 2 വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മരം വീണത് ഗതാഗത കുരുക്കിന് കാരണമായി. മണിക്കൂറുകൾക്കകം തന്നെ മരങ്ങൾ മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. നട്ടത്തറയിലെ സ്കൂൾ മുറ്റത്തേക്ക് മരങ്ങൾ കടപുഴകി വീണു. പൂച്ചെട്ടി ഭാരതീയ വിദ്യാഭവന്റെ മുറ്റത്താണ് മരം വീണത്. രാവിലെ 9 മണിയോടെ ആയിരുന്നു സംഭവം. 5ഓളം വരുന്ന വലിയ തേക്കിൻ മരങ്ങളാണ് വീണത്. 4ഓളം വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഒരു ഒമിനി വാൻ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. LKG ക്ലാസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിലെ ഷീറ്റുകൾ തകർന്നു. തൂണുകളും തകർന്നിട്ടുണ്ട്. കുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന സമയത്തായിരുന്നു അപകടം. കുട്ടികൾ കെട്ടിടത്തിൽ പ്രവേശിച്ചതിന് പിന്നാലെ വലിയ കാറ്റ് വീശുകയായിരുന്നുവെന്ന് അധ്യാപകർ പറയുന്നു. ആർക്കും അപകടമില്ലെന്നും അധ്യാപകർ പറയുന്നു. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഈ റെഡ് അലേർട്ട് ഉള്ളത്. മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. ഈ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നതിനാൽ യെല്ലോ അലേർട്ടാണ്. കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ച അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂർ 40 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.